നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലിവർപൂളിന്റെ ഇംഗ്ലീഷ് ഇതിഹാസമായ സ്റ്റീവൻ ജെറാർഡ് 2018 സ്കോട്ടിഷ് ക്ലബ്ബായ റേഞ്ചേഴ്സിന്റെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേറ്റത്. മികച്ച രൂപത്തിൽ ആ ക്ലബിനെ പരിശീലിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. അതിനുശേഷം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ആസ്റ്റൺ വില്ലയുടെ പരിശീലകനായിക്കൊണ്ട് ജെറാർഡ് എത്തി. പക്ഷേ വളരെ മോശം പ്രകടനമായിരുന്നു അദ്ദേഹത്തിന് കീഴിൽ വില്ല നടത്തിയിരുന്നത്. അതോടുകൂടി അദ്ദേഹത്തിന് ക്ലബ്ബ് വിടേണ്ടി വരികയായിരുന്നു. കഴിഞ്ഞ സമ്മറിലാണ് സൗദി അറേബ്യൻ ക്ലബ്ബായ അൽ ഇത്തിഫാഖിന്റെ പരിശീലകനായിക്കൊണ്ട് സ്റ്റീവൻ ജെറാർഡ് എത്തിയത്. എന്നാൽ അദ്ദേഹത്തിന് കീഴിൽ മോശം പ്രകടനമാണ് അൽ ഇത്തിഫാഖ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവസാനമായി കളിച്ച 8 മത്സരങ്ങളിൽ ഒന്നിൽ പോലും വിജയിക്കാൻ ഇത്തിഫാഖിന് കഴിഞ്ഞിട്ടില്ല. 19 മത്സരങ്ങളിൽ നിന്ന് 25 പോയിന്റ് മാത്രമുള്ള ഇവർ ലീഗിൽ 8ാം സ്ഥാനത്താണ്. ഇത്രയും മോശം പ്രകടനം അൽ ഇത്തിഫാഖ് നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ കാര്യത്തിൽ അത്ഭുതമാണ് സംഭവിച്ചിട്ടുള്ളത്. അതായത് ക്ലബ്ബ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് പുതുക്കി. അദ്ദേഹത്തെ പൂർണ്ണമായും ക്ലബ്ബ് വിശ്വസിക്കുന്നുണ്ട്. ഇനി 2027 വരെ ഇത്തിഫാഖിന്റെ പരിശീലക സ്ഥാനത്ത് സ്റ്റീവൻ ജെറാർഡ് തന്നെ ഉണ്ടാകും. ജെറാർഡിന് മികച്ച രൂപത്തിൽ ക്ലബിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺട്രാക്ട് നീട്ടിയിട്ടുള്ളത്. ഇതിനിടെ സൂപ്പർ താരം ജോർദാൻ ഹെൻഡേഴ്സൺ ക്ലബ്ബ് വിട്ടിരുന്നു. ഡച്ച് ക്ലബ്ബായ അയാക്സിലേക്കാണ് അദ്ദേഹം ഇപ്പോൾ പോയിട്ടുള്ളത്. ഏതായാലും ടീമിനെ കൂടുതൽ ശക്തിപ്പെടുത്താൻ തന്നെയാണ് സ്റ്റീവൻ ജെറാർഡിന്റെ ഉദ്ദേശം. ഫെബ്രുവരി 15-ാം തീയതിയാണ് സൗദി ലീഗിലെ അടുത്ത മത്സരം അൽ ഇത്തിഫാഖ് കളിക്കുക. അൽ ഖലീജ് ആണ് ആ മത്സരത്തിൽ അവരുടെ എതിരാളികൾ. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. വീണ്ടും കാണാം.